ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് നമ്മൾ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും ഉള്ളിയും ഇതൊന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഞാനിവിടെ മത്തി എടുത്തുവെന്നേ ഉള്ളൂ. മത്തിക്ക് പകരം വേറെ ഏത് മീനായാലും എടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മത്തിയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ വരഞ്ഞു കൊടുത്ത് നന്നായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇഞ്ചിയും ചെറിയ ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ചെറിയ ഉള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചതച്ചതിന് ശേഷം 1/2 കപ്പ് നിറച്ചുണ്ടായിരിക്കും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്. അത് പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അരിയുന്നതിനേക്കാളും. ഇനി വേണ്ടത് നമ്മൾക്ക് തേങ്ങ ചിരവിയതാണ്. 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ചെറിയ ഉള്ളി, ആവശ്യത്തിന് വെള്ളം, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. തീരെ തരിയൊന്നും പാടില്ല. ഞാനിവിടെ എടുത്ത മുളക് പൊടിക്ക് ഒരുപാട് എരിവില്ല, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ്. തേങ്ങ നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം അതേ മിക്സിയിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കൈവച്ച് നല്ലപോലെ ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ആവശ്യമാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുടംപുളിയാണ്. ഞാനിവിടെ എടുത്ത പുളിക്ക് ഒരുപാട് പുളിയില്ല, അതുകൊണ്ട് ഞാൻ 4 കുടംപുളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കാം. എന്നിട്ട് വേണം നമ്മൾക്കിത് അടുപ്പിലോട്ട് വെക്കാനായിട്ട്. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഉപ്പ് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം മീൻ വെന്ത് കാണത്തില്ല. അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് ഉപ്പെല്ലാം കറക്റ്റായിട്ട് നോക്കണം. ഇപ്പം ഞാനിതിവിടെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരെ മീനിട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പൂൺ വെച്ച് ഒരുപാട് കുത്തി ഇളക്കരുത്. തിളച്ച് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. മീനെല്ലാം നല്ലപോലെ വെന്ത് വരുന്നവരെ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. ഇപ്പം മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളുടെ മീൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഒരു കാര്യം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചട്ടിയുടെ ചൂടുകാരനാണ് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 1/2 മണിക്കൂർ വരെ ഈ മീനൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.